ഹലോ എവ്രി വൺ, വെൽക്കം ടു നാനാൻ അക്കാദമി. PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഒരു മോക്ക് ടെസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 50 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഓപ്ഷൻ എ ഇന്ദിരാകോൾ, ഓപ്ഷൻ ബി ഇന്ദിരാ പോയിന്റ്, ഓപ്ഷൻ സി കിബിത്തു, ഓപ്ഷൻ ഡി ഗുഹാർമോത്തി. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഇന്ദിരാകോൾ. ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണ്? ഇന്ദിരാകോളാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സിന്ധുവിൻ്റെ പോഷകനദി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ചിനാബ്, ഓപ്ഷൻ ബി രവി, ഓപ്ഷൻ സി ബിയാസ്, ഓപ്ഷൻ ഡി തീസ്ത. ഈ തന്നിരിക്കുന്ന നദികളിൽ സിന്ധുവിൻ്റെ പോഷകനദി അല്ലാത്തത് ഏതാണ്? ഉത്തരം തീസ്ത. ഓപ്ഷൻ ഡി തീസ്തയാണ് ആൻസർ. ചിനാബ്, രവി, ബിയാസ് ഇവയെല്ലാം സിന്ധുവിൻ്റെ പോഷക നദികളാണ്. തീസ്ത ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ്. മൂന്നാമത്തെ ചോദ്യം, ഭിലായ് ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത്? ഭിലായ് ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി അമേരിക്ക, ഓപ്ഷൻ ഡി ബ്രിട്ടൻ. ഭിലായ് ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ. ഭിലായ് ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത്? ഓപ്ഷൻ ബി റഷ്യ. നാലാമത്തെ ചോദ്യം, 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ എ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ ബി സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്ത ഭേദഗതി, ഓപ്ഷൻ സി ആമുഖം ഭേദഗതി ചെയ്ത ഒരേയൊരു ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ ഡി ഇന്ത്യയുടെ സമുദ്ര വിസ്തൃതിയുടെ അധികാരപരിധി നിശ്ചയിച്ചു. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യയുടെ സമുദ്ര വിസ്തൃതിയുടെ അധികാരപരിധി നിശ്ചയിച്ചു. ഇത് 42ാം ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ബാക്കിയെല്ലാം 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്നീ പദങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ആമുഖം ഭേദഗതി ചെയ്ത ഒരേയൊരു ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഓപ്ഷൻ എ, ബി, സി ഇവയെല്ലാം 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ എ 3ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ബി 2ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ സി 5ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ഡി 9ാം പഞ്ചവത്സര പദ്ധതി. ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 3ാം പഞ്ചവത്സര പദ്ധതി. 3ാം പഞ്ചവത്സര പദ്ധതിയാണ് ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. 5 year പ്ലാൻ.
ആറാമത്തെ ചോദ്യം ബാക്ടീരിയ രോഗമല്ലാത്തത് ഏത്? ബാക്ടീരിയ രോഗമല്ലാത്തത് ഏത്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ എ ക്ഷയം, ഓപ്ഷൻ ബി ടെറ്റനസ്, ഓപ്ഷൻ സി ചിക്കൻ പോക്സ്, ഓപ്ഷൻ ഡി ആന്ത്രാക്സ്. ഈ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാവാത്ത രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ബാക്കിയെല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ്. ഏഴാമത്തെ ചോദ്യം പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്? പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഓപ്ഷൻ എ പ്രസിഡന്റ്, ഓപ്ഷൻ ബി വൈസ് പ്രസിഡന്റ്, ഓപ്ഷൻ സി സ്പീക്കർ, ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി സ്പീക്കർ. ഓപ്ഷൻ സി സ്പീക്കറാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചന നിർവഹിക്കാത്ത കൃതി ഏത്? താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചന നിർവഹിക്കാത്ത കൃതി. ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഓപ്ഷൻ എ ജീവകാരുണ്യ നിരൂപണം, ഓപ്ഷൻ ബി പ്രാചീന മലയാളം, ഓപ്ഷൻ സി ആദിഭാഷ, ഓപ്ഷൻ ഡി മോക്ഷപ്രദീപം. താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചന നിർവഹിക്കാത്ത കൃതി. ഉത്തരം ഓപ്ഷൻ ഡി മോക്ഷപ്രദീപം. ബാക്കിയെല്ലാം ചട്ടമ്പി സ്വാമികൾ എഴുതിയതാണ്. ജീവകാരുണ്യ നിരൂപണം, പ്രാചീന മലയാളം, ആദിഭാഷ ഇവയെല്ലാം ചട്ടമ്പി സ്വാമികൾ എഴുതിയതാണ്. മോക്ഷപ്രദീപം എഴുതിയിട്ടുള്ളത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ എഴുതിയതാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന പർവ്വതനിര? ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന പർവ്വതനിര? എ പൂർവഘട്ടം, ബി സത്പുര, സി ആരവല്ലി, ഡി വിന്ധ്യ പർവ്വതനിര. ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്നത് ഓപ്ഷൻ ഡി വിന്ധ്യ പർവ്വതനിര. പത്താമത്തെ ചോദ്യം വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ എ 42ാമത്തെ അമെൻമെൻറ്റ് 1976, ഓപ്ഷൻ ബി 44th അമെൻമെൻറ്റ് 1978, ഓപ്ഷൻ സി 52nd അമെൻമെൻറ്റ് 1985, ഓപ്ഷൻ ഡി 61st അമെൻമെൻറ്റ് 1988. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 61st അമെൻമെൻറ്റ് 1988. 1988 61ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി മാറ്റിയത്. 11ാമത്തെ ചോദ്യം അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? ഓപ്ഷൻസ് വന്നിരിക്കുന്നു. ഓപ്ഷൻ എ സോജില ചുരം, ഓപ്ഷൻ ബി ബോണ്ടില ചുരം, ഓപ്ഷൻ സി ചിപ്കില ചുരം, ഓപ്ഷൻ ഡി ഡപ്സ ചുരം. ഉത്തരം ബോണ്ടില ചുരം. ബോണ്ടില ചുരം ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും. അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ബോണ്ടില ചുരം. 12ാമത്തെ ചോദ്യം ആദ്യമായി ഇന്ത്യയിലെ ബാങ്കുകളെ ദേശസാൽക്കരിച്ച വർഷം? ആദ്യമായി ഇന്ത്യയിലെ ബാങ്കുകളെ ദേശസാൽക്കരിച്ച വർഷം? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ 1979, ഓപ്ഷൻ ബി 1987, ഓപ്ഷൻ സി 1969, ഓപ്ഷൻ ഡി 1980. ആദ്യമായി ഇന്ത്യയിലെ ബാങ്കുകളെ ദേശസാൽക്കരിച്ചത് 1969. ഓപ്ഷൻ സി ആണ് ആൻസർ. 1969 ആദ്യമായി ഇന്ത്യയിലെ ബാങ്കുകളെ ദേശസാൽക്കരിച്ചത്. 13ാമത്തെ ചോദ്യം തെറ്റായ ജോഡിയെ കണ്ടെത്തുക. തെറ്റായ ജോഡിയെ കണ്ടെത്തുക. മലമ്പനി ബാക്ടീരിയ, പന്നിപ്പനി വൈറസ്, അത്ലറ്റ്സ് ഫുഡ് ഫംഗസ്, എലിപ്പനി ബാക്ടീരിയ. ഇതിലെ തെറ്റായ ജോഡി ഏതെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്.
ഉത്തരം മലമ്പനിയാണ്. മലമ്പനി ഒരു ബാക്ടീരിയ രോഗമല്ല, ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമല്ല, അത് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവം കാരണം ഉണ്ടാകുന്നതാണ്. മലമ്പനി പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവം കാരണമാണ് ഉണ്ടാകുന്നത്, ബാക്ടീരിയ രോഗമല്ല. തെറ്റായ ജോഡി ഓപ്ഷൻ എ ആണ്. മലമ്പനി ബാക്ടീരിയ എന്നുള്ളത് തെറ്റായ ജോഡിയാണ്, ബാക്കിയെല്ലാം ശരിയാണ്. പന്നിപ്പനി വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അറ്റ്ലാസ് ഫുട്ട് ഫംഗസ് രോഗമാണ്. എലിപ്പനി ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. 14ാമത്തെ ചോദ്യം, സവർണജാഥ സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. സവർണജാഥ സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ഡി തൈക്കാട് അയ്യ ഗുരു. ആരാണ് ഇവരിൽ സവർണജാഥ സംഘടിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. 15ാമത്തെ ചോദ്യം, വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന വിള ഏതാണ്? വെളുത്ത സ്വർണം. ഓപ്ഷൻ എ കുരുമുളക്, ഓപ്ഷൻ ബി കശുവണ്ടി, ഓപ്ഷൻ സി ഏലം, ഓപ്ഷൻ ഡി ഗോതമ്പ്. ഏതാണ് കശുവണ്ടി? വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന വിള ഏതാണ്? കശുവണ്ടിയാണ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക വിള. 16ാമത്തെ ചോദ്യം, ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഓപ്ഷൻസ് തന്നിരിക്കുന്നു. എ ദാദാഭായ് നവറോജി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ഡി അമർത്യ സെൻ. ചോർച്ചാ സിദ്ധാന്തം അഥവാ ഡ്രെയിൻ വെൽത്ത് തിയറി ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. 17ാമത്തെ ചോദ്യം, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നു. എ ഓപ്ഷൻ എ ഇന്ത്യൻ തീര സമതലങ്ങൾ, ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമി, ഓപ്ഷൻ സി ഉത്തര മഹാസമതലം, ഓപ്ഷൻ ഡി ഹിമാലയം. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം, ഇന്ത്യൻ ഭൂവിഭാഗം ഏതാണ്? ഉത്തരം ഉത്തര മഹാസമതലമാണ്. ഉത്തരം ഉത്തര മഹാസമതലം. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. 18ാമത്തെ ചോദ്യം, let's skip this question. പത്തൊമ്പതാമത്തെ ചോദ്യം, പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഏത് മാധ്യമത്തിലാണ്? പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഏത് മാധ്യമത്തിലാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ജലത്തിൽ, ഓപ്ഷൻ ബി വായുവിൽ, ഓപ്ഷൻ സി ഗ്ലാസിൽ, ഓപ്ഷൻ ഡി ശൂന്യതയിൽ. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഏത് മാധ്യമത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശൂന്യതയിൽ. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ഓപ്ഷൻ ബി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, ഓപ്ഷൻ സി ലോകായുക്ത, ഓപ്ഷൻ ഡി ലോക്പാൽ. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ വാച്ച് ഡോഗ് എന്ന് അറിയപ്പെടുന്നത്. 21ാമത്തെ ചോദ്യം, ഏത് ഭേദഗതി അനുസരിച്ചാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്തത്? ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്തത്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ എ 82ാം ഭേദഗതി,
ഓപ്ഷൻ ബി 44-ാം ഭേദഗതി, ഓപ്ഷൻ സി 86-ാം ഭേദഗതി, ഓപ്ഷൻ ഡി 92-ാം ഭേദഗതി. ഏത് ഭേദഗതി അനുസരിച്ചാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്തത്? ഉത്തരം ഓപ്ഷൻ ബി 44-ാം ഭേദഗതി. 22-ാമത്തെ ചോദ്യം, കൃത്രിമ മഴ പെയ്യിക്കുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥം? ഉത്തരം സിൽവർ അയഡൈഡ്. ഓപ്ഷൻ സി സിൽവർ അയഡൈഡ്. കൃത്രിമ മഴ പെയ്യിക്കുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥം ഏതാണ്? ഉത്തരം സിൽവർ അയഡൈഡ്. 23-ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മുന്നിലാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മുന്നിലാണ്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ എ 5.5 മണിക്കൂർ, ഓപ്ഷൻ ബി 5 മണിക്കൂർ, ഓപ്ഷൻ സി 4.5 മണിക്കൂർ, ഓപ്ഷൻ ഡി 6 മണിക്കൂർ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മുന്നിലാണ്? ഉത്തരം 5.5 മണിക്കൂർ. ഓപ്ഷൻ എ 5.5 മണിക്കൂറാണ് ആൻസർ. 24-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് 1959 ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം നടന്നത്? ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് 1959 ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം നടന്നത്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി ചെന്നൈ. ഉത്തരം ഓപ്ഷൻ എ ഡൽഹി. ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് 1959 ടെലിവിഷൻ സംപ്രേഷണം നടന്നത്? ഓപ്ഷൻ എ ഡൽഹി. 25-ാമത്തെ ചോദ്യം, ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി? ഓപ്ഷൻസ് വന്നിരിക്കുന്നു. ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ, ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ, ഓപ്ഷൻ സി മീസോസ്ഫിയർ, ഓപ്ഷൻ ഡി തെർമോസ്ഫിയർ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം ട്രോപ്പോസ്ഫിയർ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. 26-ാമത്തെ ചോദ്യം, ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പാവ ക്രിസ്റ്റാറ്റസ്, ഓപ്ഷൻ ബി പ്ലാറ്റാനിസ്റ്റ ഗാംഗാറ്റിക്ക, ഓപ്ഷൻ സി എലിഫസ് മാക്സിമസ്, ഓപ്ഷൻ ഡി മാഞ്ചിഫറ ഇൻഡിക്ക. ഇതിൽ ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം? ഉത്തരം ഓപ്ഷൻ ബി പ്ലാറ്റാനിസ്റ്റ ഗാംഗാറ്റിക്ക. എന്താണ് ഗംഗാ ഡോൾഫിൻ്റെ പ്രാധാന്യം? ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. അതിൻ്റെ ശാസ്ത്രീയ നാമം പ്ലാറ്റാനിസ്റ്റ ഗാംഗാറ്റിക്ക. 27-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലംപതിക്കാനിടയായ കാരണം? ഓപ്ഷൻ എ വിമോചന സമരം, ഓപ്ഷൻ ബി കയ്യൂർ സമരം, ഓപ്ഷൻ സി പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ ഡി ബലമർ കലാപം. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലംപതിക്കാനിടയായ കാരണം? ഓപ്ഷൻ എ വിമോചന സമരം. ഓപ്ഷൻ എ വിമോചന സമരം. 28-ാമത്തെ ചോദ്യം, ഭൂമധ്യരേഖയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗം? ഓപ്ഷൻസ്: ഓപ്ഷൻ എ കന്യാകുമാരി, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഭൂമധ്യരേഖയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗം? ഉത്തരം ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്. ഭൂമധ്യരേഖയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗം ഇന്ദിരാ പോയിന്റ്. 29-ാമത്തെ ചോദ്യം, ജലത്തിനടിയിൽ കാണപ്പെടുന്ന വടി വളഞ്ഞതായി തോന്നുന്ന പ്രതിഭാസം? ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അപവർത്തനം, പ്രകീർണനം, പൂർണ്ണാന്തര പ്രതിഫലനം, ഇവയൊന്നുമല്ല. ജലത്തിനടിയിൽ കിടക്കുന്ന വടി വളഞ്ഞതായി തോന്നുന്നതിന് കാരണം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ അപവർത്തനം. ജലത്തിനടിയിൽ കിടക്കുന്ന
വടി വളഞ്ഞതായിട്ട് തോന്നുന്നതിനുള്ള കാരണം അപവർത്തനം. അടുത്ത ചോദ്യം, സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം. സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ എ അപവർത്തനം, ഓപ്ഷൻ ബി പ്രകീർണനം, ഓപ്ഷൻ സി പൂർണ്ണാന്തര പ്രതിഫലനം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസത്തെ പറയുന്നത് ഓപ്ഷൻ ബി പ്രകീർണനം. സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസത്തെ പറയുന്നത് പ്രകീർണനം. 11ാമത്തെ ചോദ്യം, ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഹെൻറി കാവൻഡിഷ്, ഓപ്ഷൻ ബി ജോസഫ് പ്രീസ്റ്റ്ലി, ഓപ്ഷൻ സി ഐസക് ന്യൂട്ടൺ, ഓപ്ഷൻ ഡി തോമസ് ആൽവ എഡിസൺ. ഉത്തരം ഹെൻറി കാവൻഡിഷ്. ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. 32ാമത്തെ ചോദ്യം, ഓക്സിജൻ കണ്ടുപിടിച്ചത് ആര്? ഓക്സിജൻ കണ്ടുപിടിച്ചത് ഓപ്ഷൻസ് ഹെൻറി കാവൻഡിഷ്, ജോസഫ് പ്രീസ്ലി, ഐസക് ന്യൂട്ടൺ, തോമസ് ആൽവ എഡിസൺ. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്ലി. ഓപ്ഷൻ ബി ജോസഫ് പ്രീസ്ലി ആണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. 33ാമത്തെ ചോദ്യം, ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ കർണാടകം, ഓപ്ഷൻ ബി കേരളം, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ കർണാടകം. 14ാമത്തെ ചോദ്യം, വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി. ഓപ്ഷൻ എ ഗോദാവരി, ഓപ്ഷൻ ബി കാവേരി, ഓപ്ഷൻ സി കൃഷ്ണ, ഓപ്ഷൻ ഡി നർമ്മദ. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി. 35ാമത്തെ ചോദ്യം, കാസിരംഗ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം. കാസിരംഗ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം. ഓപ്ഷൻ എ സിംഹവാലൻ കുരങ്ങുകൾ, ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഓപ്ഷൻ സി വരയാടുകൾ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. കാസിരംഗ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം ഏതാണ്? ഉത്തരം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. 36ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ. ഓപ്ഷൻ എ ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ഓപ്ഷൻ ബി ജസ്റ്റിസ് JS വർമ്മ, ഓപ്ഷൻ സി ജസ്റ്റിസ് HL ദത്ത്, ഓപ്ഷൻ ഡി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനായി പ്രവർത്തിച്ചത് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 37ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 1996 മാർച്ച് 14, ഓപ്ഷൻ ബി 1992 ജനുവരി 31, ഓപ്ഷൻ സി 1992 ഡിസംബർ 31, ഓപ്ഷൻ ഡി 1996 മാർച്ച് 17. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31 ഓപ്ഷൻ ബി ആണ് ആൻസർ. 38ാമത്തെ ചോദ്യം, ലോക പ്രമേഹ ദിനം. ലോക പ്രമേഹ ദിനം എന്നാണ്? ഓപ്ഷൻസ് മാർച്ച് 14, ജനുവരി 31, നവംബർ 14, ഡിസംബർ 2. ലോക പ്രമേഹ ദിനം നവംബർ 14. 39ാമത്തെ ചോദ്യം, വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻസ് ആനന്ദമഠം, കപാൽ കുണ്ടല, ഓപ്ഷൻ സി മൃണാലിനി, ദുർഗേശ നന്ദിനി. വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഉത്തരം ആനന്ദമഠം. 40
40ാമത്തെ ചോദ്യം, നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്? നീതി ആയോഗ് നിലവിൽ വന്നത് ഓപ്ഷൻ എ 2015 ജനുവരി 1, ഓപ്ഷൻ ബി 2015 ജനുവരി 2, 2015 ജനുവരി 3, 2015 ജനുവരി 4. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. 41ാമത്തെ ചോദ്യം, ശരീരത്തിലെ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി? ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഓപ്ഷൻ എ പീനിയൽ ഗ്രന്ഥി, ഓപ്ഷൻ ബി തൈറോയ്ഡ് ഗ്രന്ഥി, ഓപ്ഷൻ സി പീയൂഷ ഗ്രന്ഥി, ഓപ്ഷൻ ഡി തൈമസ് ഗ്രന്ഥി. ഉത്തരം പീനിയൽ ഗ്രന്ഥി. ശരീരത്തിലെ ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ പീനിയൽ ഗ്രന്ഥി. 42ാമത്തെ ചോദ്യം, സംയോജകത പൂജ്യമായ മൂലകങ്ങളെ വിളിക്കുന്നത്? സംയോജകത പൂജ്യമായ മൂലകങ്ങളെ വിളിക്കുന്നത് ഓപ്ഷൻ എ ഹാലോജനുകൾ, ഓപ്ഷൻ ബി അലസവാതകങ്ങൾ, ഓപ്ഷൻ സി ആൽക്കലി ലോഹങ്ങൾ, ഓപ്ഷൻ ഡി ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. എന്താണ് സംയോജകത പൂജ്യമായ മൂലകങ്ങളെ വിളിക്കുന്നത്? ഉത്തരം അലസവാതകങ്ങൾ. ഓപ്ഷൻ ബി അലസവാതകങ്ങൾ. 43ാമത്തെ ചോദ്യം, ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം? ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം? ഓപ്ഷൻ എ അപവർത്തനം, ഓപ്ഷൻ ബി പ്രകീർണനം, ഓപ്ഷൻ സി പൂർണ്ണാന്തരിക പ്രതിഫലനം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം പൂർണ്ണാന്തരിക പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബറുകളിലെ പ്രവർത്തന തത്വം എന്താണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം. 44ാമത്തെ ചോദ്യം, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി? ഓപ്ഷൻ എ കുന്തിപ്പുഴ, ചാലക്കുടി പുഴ, കബനി, പെരിയാർ. ഇതിലേത് നദിയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത്? ഉത്തരം കുന്തിപ്പുഴ. 45ാമത്തെ ചോദ്യം, കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ പന്നിയൂർ കണ്ണൂർ, ഓപ്ഷൻ ബി കണ്ണാറ തൃശ്ശൂർ, ഓപ്ഷൻ ബി പാമ്പാടുംപാറ ഇടുക്കി, ഓപ്ഷൻ ഡി ചുണ്ടേൽ വയനാട്. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പന്നിയൂർ കണ്ണൂർ. 46ാമത്തെ ചോദ്യം, ദേശീയ സ്പോർട്സ് ദിനം ആരുടെ ജന്മദിനമാണ്? കപിൽ ദേവ്, സച്ചിൻ ടെണ്ടുൽക്കർ, മിൽഖാ സിംഗ്, ധ്യാൻചന്ദ്. ഉത്തരം ധ്യാൻചന്ദ്. ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ദേശീയ സ്പോർട്സ് ദിനമായി ആചരിക്കുന്നത്. 47ാമത്തെ ചോദ്യം, അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവാര്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, തൈക്കാട് അയ്യാ ഗുരു, ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്വൈത ചിന്താ പദ്ധതി എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. 48ാമത്തെ ചോദ്യം, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നിവയുടെ പ്രവർത്തന തത്വം? ആർക്കിമിഡീസ് തത്വം, ചാൾസ് നിയമം, ബോയിൽ നിയമം, പാസ്കൽ നിയമം. ഉത്തരം പാസ്കൽ നിയമം. 48ാമത്തെ ചോദ്യം, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നിവയുടെ പ്രവർത്തന തത്വം? ഓപ്ഷൻ എ ആർക്കിമിഡീസ് തത്വം, ചാൾസ് നിയമം, ബോയിൽ നിയമം, പാസ്കൽ നിയമം. ഉത്തരം പാസ്കൽ നിയമം. ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നിവയുടെ പ്രവർത്തന തത്വം ഏതാണ്? പാസ്കൽ നിയമം. 49ാമത്തെ ചോദ്യം, ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം? ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ എ 2, 8, 10, 22. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി 10. 50ാമത്തെ ചോദ്യം, അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതിൻ്റെ ഫലമായി അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്ന പ്രതിഭാസം? ചൂട് കൂടുന്ന പ്രതിഭാസം ഓപ്ഷൻ എ സൂര്യതാപനം, ഓപ്ഷൻ ബി ഹരിതഗ്രഹ പ്രഭാവം, ഓപ്ഷൻ സി ആഗോളതാപനം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതിൻ്റെ ഫലമായി അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്ന പ്രതിഭാസത്തെ വിളിക്കുന്നത് ഹരിതഗ്രഹ പ്രഭാവം. 50 ചോദ്യങ്ങളാണ് വീഡിയോയിൽ. റിവൈസ് ചെയ്യുക. താങ്ക് യു.